ഇനി കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ തേയില ഉൽപാദനത്തിൽ വർധന. ഏപ്രിലിൽ ഉൽപാദനം 5% വർദ്ധിച്ച് 104.28 ദശലക്ഷം കിലോഗ്രാമായി. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുടെ തേയില ഉൽപാദനം ഏകദേശം 5% വർദ്ധിച്ച് 104.28 ദശലക്ഷം കിലോഗ്രാമായി. രാജ്യത്തെ ഏറ്റവും വലിയ തേയില ഉൽപാദന സംസ്ഥാനമായ അസമിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വീണ്ടും ഉയർന്നതാണ് തുണയായത്. എന്നിരുന്നാലും പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവായിരുന്നു. തേയില ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസത്തിൽ മൊത്തത്തിലുള്ള തേയില ഉൽപാദനം ഒരു വർഷം മുമ്പ് 99.40 ദശലക്ഷം കിലോഗ്രാം ആയിരുന്നു. അസം താഴ്വരയിൽ ഏപ്രിലിലെ ഉൽപാദനം 36% വർദ്ധിച്ച് 52.58 ദശലക്ഷം കിലോഗ്രാമായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ 38.63 ദശലക്ഷം കിലോഗ്രാം ആയിരുന്നു. പശ്ചിമ ബംഗാളിലെ ദുവാസ് മേഖലയിൽ ഉൽപാദനം 15.40 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ തേയില ഉൽപാദനം 11% വർദ്ധിച്ച് 85.34 ദശലക്ഷം കിലോഗ്രാമുമായി. അതേസമയം ദക്ഷിണേന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ തേയില ഉൽപാദനം 14.49 ദശലക്ഷം കിലോഗ്രാമായി കുറയുകയാണ് ചെയ്തത്. കേരളത്തിൽ ഉൽപാദനം 4.09 ദശലക്ഷം കിലോഗ്രാമായും കർണാടകയിൽ 0.36 ദശലക്ഷം കിലോഗ്രാമായും കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റംബൂട്ടാന് വിലയിടിഞ്ഞു. സംസ്ഥാനത്തെ കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിൽ. സാധാരണ കായ്കൾ വിളയുന്നതിന് മുമ്പ് തന്നെ വ്യാപാരികൾ വില ഉറപ്പിച്ച് അഡ്വാൻസും നൽകി മരങ്ങൾ വലയിട്ട് മൂടുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ മലയോര മേഖലകളിൽ മിക്ക സ്ഥലങ്ങളിലും റംബൂട്ടാൻ വാങ്ങാൻ കച്ചവടക്കാർ എത്തിയില്ല. മുൻ വർഷങ്ങളിൽ ഉണ്ടായ കനത്ത നഷ്ടമാണ് വ്യാപാരികൾ മാറി നിൽക്കുന്നതിന്റെ കാരണം. കഴിഞ്ഞ വർഷം വില ഉയർന്നു നിന്ന സമയത്ത് വലിയ വില നൽകി റംബൂട്ടാൻ മരങ്ങൾക്ക് അഡ്വാൻസ് നൽകിയ വ്യാപാരികൾക്ക് വിൽപ്പന സമയത്ത് പ്രതീക്ഷിച്ചതിന്റെ പകുതി പോലും വില ലഭിച്ചില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കനത്ത മഴയും മറ്റ് അധിക ചെലവുകളും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. നിലവിൽ നാടൻ കായ്ക്ക് കിലോയ്ക്ക് 150 രൂപയും ബഡ് കായ്ക്ക് 250 രൂപയുമാണ് ശരാശരി വിപണി വില. എന്നാൽ എല്ലാ ചെലവുകളും കഴിഞ്ഞ് പലപ്പോഴും വ്യാപാരികൾക്ക് തുച്ഛമായ ലാഭമാണ് ലഭിക്കുന്നത്. പലപ്പോഴും നഷ്ടവും സംഭവിക്കാറുണ്ട്. ഇതാണ് റംബൂട്ടാൻ വ്യാപാരികൾ പിന്മാറാൻ കാരണം. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് റംബൂട്ടാൻ കൃഷി സജീവമായുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിൽ മലബാർ മേഖലകളിലുമാണ് റംബൂട്ടാന്റെ വിപണി പ്രധാനമായും ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ വിപണി ഇടിയുകയും പലർക്കും പണം ലഭിക്കാതെ വരികയും ചെയ്തതോടെ കേരളത്തിലെ വ്യാപാരികൾ തമിഴ്നാട്ടിലെ വിപണികളിൽ നിന്നും പിന്മാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചക്കപ്പൊടിക്ക് ഡിമാൻഡ് ഏറുന്നു. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ചക്കപ്പൊടിക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആവശ്യക്കാർ ഏറുന്നത്. ചക്കപ്പൊടിക്ക് ആവശ്യക്കാരേറുന്നു. ചക്കയ്ക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ചക്കയ്ക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാത്രമല്ല, രക്തസമ്മർദ്ദവും രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. പാകമായ പഴുക്കാത്ത ചക്ക ഉപയോഗിച്ച് 100 പ്രമേഹ രോഗികളിൽ 3 മാസമാണ് പഠനം നടത്തിയത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ കീഴിലുള്ള കൃഷ്ണപുരം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ പാകമായ ചക്കയുടെ ചുള വെയിലിൽ ഉണക്കി പൊടിച്ച ചക്കപ്പൊടിയാണ് പഠനത്തിന് ഉപയോഗിച്ചത്. ചക്കയിൽ സമൃദ്ധമായുള്ള നാരുകളാണ് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായകരമാകുന്നത്. കറന്റ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസ് എന്ന രാജ്യാന്തര മെഡിക്കൽ ജേർണലിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആവശ്യക്കാർ ഏറുന്നതായി വ്യാപാരികളും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.